നമ്മളിൽ പലർക്കും അവരുടെ കുടുംബത്തിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്നിട്ടുള്ളവരുണ്ടാവും. ഹൃദ്രോഗം പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ പാരമ്പര്യമുള്ളവർക്ക് സാധാരണ ചെക്കപ്പുകൾ മാത്രം ഒരിക്കലും മതിയാവില്ല. ഹൃദ്രോഗത്തിന്റെ പാരമ്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ എന്ന് വെച്ചാൽ ഒരു 30-40 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നിർബന്ധമായും ടെസ്റ്റ് ചെയ്തേ മതിയാവും. ഇതിനായി ചെയ്യേണ്ട ഒന്നാമത്തെ ടെസ്റ്റ് എക്കോ കാർഡിയോഗ്രാം. ഇത് ഹാർട്ടിന്റെ ഒരു മിനി സ്കാനിംഗ് ആണ്. സാധാരണ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഹൃദയത്തിന്റെ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിനകത്ത് പാട്ട് കേൾക്കുന്നതെന്ന് വിചാരിക്കുക. ഇതുപോലെയാണ് സ്റ്റെതസ്കോപ്പ്. എന്നാൽ നമ്മൾ ആ വീടിനകത്ത് കയറി ഓരോ റൂമിനകത്തോടെയും ക്യാമറ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതാണ് എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാമിനകത്ത് ഹൃദയത്തിനകത്തുള്ള വാതിലുകൾ പോലെ തുറക്കുകയടക്കുകയും ചെയ്യുന്ന വാൽവുകൾ, ഹൃദയത്തിന്റെ മാംസപേശികളുടെ പമ്പിംഗ് പവർ, ഹൃദയത്തിലെ ഭിത്തികളുടെ വലുപ്പവും കട്ടിയും ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ജന്മന ഹൃദയത്തിന്റെ ഭിത്തികൾ തടിക്കുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാവുക. ഈ അപകടം ഒരു എക്കോ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ അസുഖം കണ്ടെത്തുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് ഹോൾട്ടർ മോണിറ്ററിംഗ്. ഇത് നമ്മുടെ ഹൃദയമിടിപ്പിനെ 1, 2, 3 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ECG മുഖാന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ECG എടുക്കും, അതൊരു 10 സെക്കൻഡ് നേരത്തേക്ക് മാത്രമാണ്. നമ്മളൊരു തിരക്കേറിയ ഹൈവേയിലെ ട്രാഫിക് അറിയാൻ വേണ്ടിയിട്ട് 10 സെക്കൻഡ് നേരം ഒരു വീഡിയോ എടുക്കുന്നതും 2, 3, 4 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് നോക്കുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസം. അതാണ് ഹോൾട്ടർ മോണിറ്ററിംഗ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത്, ടെൻഷൻ അടിക്കുന്ന സമയത്ത്, ഇങ്ങനെ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ ഹൃദയമിടിപ്പിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഈ ടെസ്റ്റ് പറഞ്ഞു തരും. ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചാൽ പല ഹൃദയമിടിപ്പിന്റെ അപകടകരമായിട്ടുള്ള അവസ്ഥകളും വല്ലപ്പോഴുമാണ് വരിക. നമ്മളൊരു ആശുപത്രി പോയി ECG എടുക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ഹോൾട്ടർ മോണിറ്ററിംഗ് വഴി പലപ്പോഴും അത് മുൻകൂട്ടി അറിയാനും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ തടയാനും സഹായിച്ചേക്കാം. മൂന്നാമത്തെ ടെസ്റ്റാണ് ലൈപ്പോപ്രോട്ടീൻ A. ഇതൊരു സ്പെഷ്യൽ കൊളസ്ട്രോൾ ആണ്. സാധാരണ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് റോഡിൽ ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന ലോറികളെ പോലെയാണെങ്കിൽ ലൈപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന കൊളസ്ട്രോൾ പശയുടെ ഡബ്ബകൾ നിറച്ചു കൊണ്ടുപോകുന്ന ഒരു ലോറിയെ പോലെയാണ്. ഈ കൊളസ്ട്രോൾ പശയെ പോലെ രക്തധമനിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. വളരെ അപകടമാണ്. മുഴുവനായിട്ടും ജനിതകപരമായി കിട്ടുന്ന കൊളസ്ട്രോൾ ആണ് ലൈപ്പോപ്രോട്ടീൻ A. സാധാരണ നമ്മൾ ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റിൽ ഇത് ഉണ്ടാവില്ല. ചെറുപ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതിന്റെ ഒരു വലിയ കാരണം ലൈപ്പോപ്രോട്ടീൻ A ആണ്. ഇത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വാൽവുകളുടെ അസുഖങ്ങളും ഉണ്ടാക്കാറുണ്ട്. നാലാമത് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് ത്രെഡ്മിൽ ടെസ്റ്റ്. പലരുടെയും പാരമ്പര്യത്തിൽ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അസുഖം ചെറുപ്രായത്തിൽ തന്നെ വരുന്നത് കാണാറുണ്ട്. അതൊരു ബ്ലോക്കായി രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റ് വഴി മുൻകൂട്ടി അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നടക്കുന്ന സമയത്ത് കിതപ്പോ നെഞ്ചിൽ അസ്വസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്രായത്തിലാണെങ്കിൽ പോലും ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് നിർബന്ധമാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാരമ്പര്യമായിട്ട് ഹൃദ്രോഗം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന എക്കോ ടെസ്റ്റും TMT ടെസ്റ്റും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഹൃദയമിടിപ്പോ തലകറക്കമോ നെഞ്ചിടിപ്പോ ഉണ്ടെങ്കിൽ ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തു നോക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലൈപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന കൊളസ്ട്രോൾ നിർബന്ധമായും ഒന്ന് ചെയ്തു വെക്കുക. ശ്രദ്ധിക്കുക, ഇത് വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല.